ഹായ് ഹലോ, എല്ലാവർക്കും പ്രിൻസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വാവയുടെ ഹെഡ് ബാൻഡ്സും ഹെയർബോസും ഒക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ്. ഭയങ്കര ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വാവയും കൂടെ ഒപ്പം കൂട്ടാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയുള്ളൊരു കാർഡ് ബോർഡ്, ഒത്തിരി കട്ടിയുള്ളതല്ല, ഒരു മീഡിയം കട്ടിയുള്ളൊരു കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇപ്പോൾ വാവയുടെ പേര് അമീലിയ എന്നായതുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള എ ഞാനിവിടെ വരച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് വലുതായിട്ട് തന്നെ നമുക്ക് എ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ വാവയുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ വരയ്ക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വരച്ചെടുക്കാം. ക്രൗണോ, അപ്പോൾ നിങ്ങളുടെ വാവയുടെ ഫസ്റ്റ് ലെറ്ററോ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് വരച്ചിട്ടെടുക്കാം. ഇത് വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇത് അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ വരച്ചതിലൂടെ തന്നെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വരച്ച അതേ ഷേപ്പിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഷേപ്പ് തന്നെ നിങ്ങൾക്ക് വരയ്ക്കണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരയ്ക്കാം, അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ കട്ട് ചെയ്തെടുത്തത് നമ്മളിനി നന്നായിട്ട് കളർ ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാനിപ്പോൾ അക്രിലിക് കളറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വൈറ്റ് കളറിൽ ഞാനിപ്പോൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്കിപ്പോൾ പെയിൻറ്റ് ചെയ്യണം എന്ന് തന്നെ നിർബന്ധമില്ല. സ്കെച്ച് പെൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കളർ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ വാട്ടർ കളർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കളർ ചെയ്യാം. എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അത് യൂസ് ചെയ്യാം. പിന്നെ പെയിൻറ്റ് ചെയ്യണം, കളർ ചെയ്യണം എന്നും നിർബന്ധമില്ല. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പേപ്പറോ കളർ പേപ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചാർട്ട് പേപ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്താലും മതി. എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം, മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇത് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഗ്ലിറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഫെവിക്കോൾ തേച്ചതിന് ശേഷം അതിലൂടെ നമുക്ക് ഗ്ലിറ്റർ ആഡ് ചെയ്ത് കൊടുത്താൽ അത് വേറൊരു മോഡലാവും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഫുൾ കവർ ചെയ്ത് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ വേറെ ബേസ് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ വൈറ്റ് കളർ ആയതുകൊണ്ടും ഞാനിപ്പോൾ 2 കോട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് 2 കോട്ട് കൊടുത്ത് എടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു സൈഡിലോട്ട് മാത്രമായിട്ട് ഒരു ഡയറക്ഷനിലോട്ട് പെയിൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പെയിൻറ്റ് ചെയ്തെടുത്ത് ഇതിപ്പോൾ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. 2 കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാർട്ട് പേപ്പർ, നമ്മൾ സാധാരണ ചാർട്ട് പേപ്പർ ഇതുപോലെ ഒന്ന് നീളത്തിന് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് എത്ര ലെങ്ത് ആണോ ആവശ്യം അതിനനുസരിച്ച്, അതിപ്പോൾ ഞാൻ ലാസ്റ്റ് ഇത് അറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ലെങ്തിനനുസരിച്ച് നമുക്ക് ചാർട്ട് പേപ്പർ 2ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു ചെറിയ പീസ് കൂടെ വേണം, 2 വലിയ പീസും ഇതുപോലൊരു കുഞ്ഞു പീസും. അത് നമുക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത് എ ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് ഇതിന് 2 അറ്റത്തായിട്ട് നമ്മൾ ഈ ചാർട്ട് പേപ്പർ ഒട്ടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഒരു ചാർട്ട് പേപ്പർ ഇവിടെ ഇങ്ങനെ ഈ സൈഡിൽ വയ്ക്കുന്നു. ഇനി അടുത്തത് ഇപ്പുറത്തെ സൈഡിൽ, എയുടെ ഇപ്പുറത്തെ സൈഡിലായിട്ട് അടുത്ത ചാർട്ട് പേപ്പർ വയ്ക്കുന്നു. ഇത് 2 നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുക്കണം, നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. ഫെവിക്കോളോ ഫെവിബോണ്ടോ എന്താണെന്ന് കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം. നല്ല സെക്യൂറായിട്ട് ഇരിക്കണം എന്നേ ഉള്ളൂ. എന്ത് വെച്ച് ഒട്ടിക്കുന്നു എന്നുള്ളത് പ്രാധാന്യമില്ല. അപ്പോൾ നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ നമ്മളൊന്ന് വച്ച് നോക്കുക, അതിൻ്റെ ലെങ്ത് കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആയിട്ട് വരുന്ന രീതിയിലൊക്കെ ഒന്ന് നമുക്ക് വയ്ക്കാം. അപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് അതൊന്ന് ഒട്ടിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ഇതിൻ്റെ അറ്റത്തായിട്ട്, ആ കാർഡ്ബോർഡിൻ്റെ അറ്റത്തായിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചതിന് ശേഷം ആ ചാർട്ട് പേപ്പറും ആ കാർഡ്ബോർഡുമായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. 2 സൈഡ് അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഈ സൈഡും അതുപോലെ തന്നെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഗ്ലൂ ഗൺ വേണം നിർബന്ധമില്ല. നന്നായിട്ട് സ്റ്റിക്കാവുന്ന എന്ത് വെച്ച് വേണമെങ്കിലും നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഫെവിക്കോളോ ഫെവിക്വിക്കോ ഫെവിബോണ്ടോ എന്താണ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെയും ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ 2 ചാർട്ട് പേപ്പറും ഈ കാർഡ്ബോർഡിൻ്റെ 2 സൈഡിലായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാർട്ട് പേപ്പറിന് ഇപ്പോൾ ഇത് കുറച്ചധികം നീളമുണ്ട്. കുറച്ചധികം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചാർട്ട് പേപ്പറിൻ്റെ
ഒരു നീളമില്ലേ അത്രയാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്കിനി എക്സ്ട്രാ വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് എടുക്കാം. ഇനി ഞാൻ എടുക്കുന്നത് ഇതുപോലെ നമ്മുടെ എന്താണ് സാറ്റിൻ റിബൺ. ഇത് നമുക്ക് ഒരു റോളായിട്ട് ഇങ്ങനെ വാങ്ങാനൊക്കെ കിട്ടും, അല്ലെങ്കിൽ മീറ്ററായിട്ട് മുറിച്ച് വാങ്ങാനൊക്കെ കിട്ടും സാറ്റിൻ റിബൺ. അപ്പോൾ നമ്മൾ അതുപോലെ സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സാറ്റിൻ റിബണ് നമ്മൾ ഈ ചാർട്ട് പേപ്പറും കാർഡ്ബോർഡും ആയിട്ട് ഒട്ടിച്ചത് ഇതുപോലെ ഞാനിപ്പോൾ ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ ഇതിനകത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണേ. ഇതിപ്പോൾ നമുക്ക് രണ്ടും കൂടെ ഒട്ടിക്കുന്നതിന് മുന്നേ ഈ ചാർട്ട് പേപ്പറും കാർഡ്ബോർഡും തമ്മിൽ ഒട്ടിക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ ഇതും കൂടെ വെച്ചിട്ട് ഒട്ടിക്കായിരുന്നു ഞാൻ, പക്ഷേ അത് വിട്ടുപോയി. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ സാറ്റിൻ റിബൺ വെച്ചിട്ട് ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് പോലെ ഓരോരോ ലൂപ്സ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവാണ്. അതായത് ഈ സാറ്റിൻ റിബൺ ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഇങ്ങനെ കുറച്ചൊന്ന് അകത്തേക്ക് മടക്കി അവിടെ ഇങ്ങനെ ഗ്ലൂഗൺ തേച്ച് ഞാൻ ഒട്ടിക്കാനായിട്ട് പോവാണ്. ഗ്ലൂഗൺ കുറച്ച് ഞാൻ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്ന് നോക്കിക്കോളണേ. ഇങ്ങനെ ഒന്ന് മടക്കി ചെറിയൊരു ലൂപ്പ് അവിടെ ഉണ്ടാകുന്നത്, ചെറിയൊരു ഹോള് പോലെ നമുക്ക് നമ്മുടെ ഹെയർ ബാൻഡ്സ് ഒക്കെ ഇടാനായിട്ട് ചെറിയൊരു ഹോള് നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കണം. അത് കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നില്ലേ, ഇതാണ് നമുക്ക് ആവശ്യം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒത്തിരി അങ്ങ് ഉയർന്നു നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഫ്രണ്ടിലുള്ള ഈ റിബണല്ല, ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചതിൻ്റെ അതിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ ഒന്ന് അതും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ഇടാനുള്ളൊരു ലൂപ്പ് കാണും, പക്ഷേ അതൊരുപാട് അങ്ങ് ഉയർന്ന് നിൽക്കുകയില്ല. ഇതുപോലെ കണ്ടോ, ഞാനിപ്പോൾ ഈ കൈ വച്ചതുപോലെ ഇതിനകത്ത് ഇങ്ങനെ ചെറിയൊരു ഹോളായിട്ട് ഉണ്ടാവും. ഇതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒന്നുകൂടെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇതുപോലെ കുറച്ചിങ്ങനെ മടക്കി ചെറിയൊരു ഹോൾ ഉണ്ടാവുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി അവിടെ നമ്മൾ ഗ്ലൂ ഗൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എത്രയാണോ നമുക്ക് ആ ഹോളിൻ്റെ ആവശ്യം അതിനനുസരിച്ച്, ചെറുതാണെങ്കിൽ ചെറുത് മതി, വലുതാണെങ്കിൽ വലുത്. നമ്മളിപ്പോൾ കുറച്ച് വലുതൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ കുറച്ച് വലിയ വലിയ ഹെയർ ബാൻഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇടാനായിട്ട് സൗകര്യമായിരിക്കും. പിന്നെ ചെറിയ ചെറിയ ഹോൾസാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ബോസും ഇടാം. അപ്പോൾ ഒരുപാട് വണ്ണം ഇല്ലാത്ത ബോസ് ഉണ്ടല്ലോ, കുറച്ച് തിന്നായിട്ടുള്ള ബോസ്, അതിനൊക്കെ ചെറുതിട്ടാൽ മതിയാവും. ഇപ്പോൾ ഞാനിതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അത് ഒരെണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ഇപ്പം ഇങ്ങനെ ഞാൻ ഇപ്പോൾ കൈ എടുത്തപ്പോൾ ഇതിങ്ങനെ ഉയർന്നു വന്നില്ലേ, അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാനാണ് ഇവിടെ ഇങ്ങനെ കുറച്ച് ഗ്ലൂ തേച്ചിട്ട് നമ്മൾ അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഹോൾ കാണും, പക്ഷേ എന്നാൽ അത് ഉയർന്നിരിക്കുകയില്ല. നമുക്ക് ഇടാനുള്ള സ്പേസ് കാണും, പക്ഷേ അതിങ്ങനെ ഉയർന്നു വരില്ല. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര ലൂപ്സ് ആണോ ആവശ്യം, എത്ര ഹോളാണോ ആവശ്യം, അതിനനുസരിച്ച് നമുക്ക് താഴോട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് പോലെ തന്നെ, ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് എത്ര കണ്ട് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ഇങ്ങനെ മടക്കി അതിന് അകത്ത് ബാക്കിലത്തെ ആ സാറ്റിൻ റിബണാണ് നമ്മളവിടെ ഒട്ടിച്ച് വയ്ക്കുന്നത്. ചെറിയൊരു ഹോള് പോലെ ഉണ്ടാക്കിയിട്ട് നമ്മളവിടെ ഒട്ടിച്ച് വയ്ക്കും. ഇതാണിപ്പോൾ ഞാൻ ത്രൂ ഔട്ടായിട്ട് ഇതിൽ രണ്ടിലും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നത് പോലെ തന്നെ രണ്ട് സൈഡും സെയിം മെത്തേഡ് ചെയ്തെടുക്കാം.
നമ്മൾ 2 സൈഡ് ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. 2 ചാർട്ട് പേപ്പറും നമ്മൾ ഇതുപോലെ ലൂപ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഇടതുവശത്തുള്ളത് ഇപ്പുറത്തെ സൈഡിലുള്ളത് ഞാൻ കുറച്ച് ചെറിയ ലൂപ്സും അപ്പുറത്തെ വശത്ത് ഞാൻ കുറച്ച് വലിയ ലൂപ്സുമായിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ വലിയ വലിയ ബോസ് കിച്ചൺ ബോസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ ലൂപ്സായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ചെറിയൊരു പീസ് ചാർട്ട് നമ്മൾ ഈ 2 ചാർട്ട് പേപ്പർ കട്ട് ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു പീസ് കൂടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ ദാണ്ട് ഇവിടെ ഇങ്ങനെ ഈ നമ്മൾ സാറ്റിൻ റിബൺ ഫുള്ളായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒട്ടിക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ഭാഗം ഒട്ടിച്ചതിന് ശേഷം കുറച്ച് ഭാഗം വിട്ടിട്ട് ആ സൈഡിലായിട്ട് ഞാൻ ഈ നമ്മൾ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത ചാർട്ട് പേപ്പർ ഒട്ടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതെന്തിനാണ് നമുക്ക് ലാസ്റ്റ് ഇത് വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ ഈ ചാർട്ട് പേപ്പർ നമ്മൾ ഗ്ലൂ ഗൺ തേച്ചിട്ട് കറക്റ്റായിട്ട് ക്രോസായിട്ട് ഒന്ന് ഒട്ടിച്ചിട്ടെടുക്കുകയാണ്. 2 ചാർട്ട് പേപ്പറൂടെ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് നമ്മൾ 2 സൈഡിലും ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹെഡ്ബാൻഡ്സ് ഓർഗനൈസർ ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് ഇപ്പോൾ ഞാൻ ആ ഏന്ന് നമ്മൾ വരച്ചെടുത്തില്ലേ കാർഡ്ബോർഡ്, അവിടെ ആയിട്ട് ഞാൻ കുറച്ച് ഡിസൈൻ പോലെയൊക്കെ കൊടുത്തിട്ടാണ്, കുറച്ച് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഓർഗനൈസർ ഇവിടെ ഇങ്ങനെ ചുമരിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എന്താണ് ഇവിടെ ഇങ്ങനെ മുകളിലായിട്ട് അവളുടെ പേര് അമേലിയ എന്ന് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഒരാഴ്ചത്തെ മുകളിൽ നമുക്ക് എന്താണെങ്കിലും ചെയ്യാം. പിന്നെ ഇവിടെ 2 സാറ്റിൻ റിബണിൽ 2 റോസസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇത് നമ്മുടെ വൂൾ ത്രെഡ് വെച്ചിട്ട് ചെറിയൊരു പൂ പോലെ കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ഉണ്ടാക്കിയ ലൂപ്സിലൊക്കെ നമ്മുടെ ഹെയർ ബോസ് ഇതുപോലെ ഇങ്ങനെ തൂക്കി ഇട്ടിട്ടുണ്ട്. ഇതിനകത്തോട് നമ്മളിങ്ങനെ ഇട്ട് വെച്ചേക്കുന്നതാണ്. ഇത് ഇങ്ങനെ എല്ലായിടത്തും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ഇവിടെ ഇങ്ങനെയായിട്ട് ക്ലിപ്സ് ടിക് ടാക്സ് ഒക്കെ ഇതിലിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഇതെല്ലാം അവരുടെ ടിക് ടാക്സ് ആണ്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഈ വെച്ചതുപോലത്തെ ഒരു പേപ്പർ നമ്മൾ ഇനി ഇത് കുറച്ചും കൂടെ നീളത്തിന് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലത്തെ ഒരു പേപ്പർ കൂടെ ഇവിടെ വയ്ക്കാം. എന്നിട്ട് അതിൽ നമ്മുടെ സ്ലൈഡൊക്കെ ഇതുപോലെ നമ്മൾ ഈ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്ന പോലെ തന്നെ അറേഞ്ച് ചെയ്യാം. പിന്നെ ഇത് പിന്നിപ്പോൾ ഒരുപാട് നീളത്തിന് എടുക്കണം എന്നില്ല. അതായത് നമുക്ക് ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലം കിട്ടും. ഈ സൈഡിൽ ചാർട്ട് പേപ്പറിലൊക്കെ ഇതാ കണ്ടോ, ഇവിടെയൊക്കെ സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ടിക് ടാക്സ് അറേഞ്ച് ചെയ്യാം. പിന്നെ ഇതൊക്കെ നമ്മളിപ്പോൾ ഹെയർ ബോസ് ആണ് വച്ചേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഹെയർ ബാൻഡ്സ് വേണമെങ്കിൽ ഇതിൽ തന്നെ വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഹെയർ ബാൻഡ് എടുത്തിട്ട് നമ്മൾ ഇതുപോലത്തെ ഹെയർ ബാൻഡ്സ് ഉണ്ടല്ലോ ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഹെയർ ബാൻഡ് എടുത്തിട്ട് ഒരു ലൂപ്പിനകത്ത് നമുക്ക് ഇതുപോലെ ഇടാം. ബോ ഇടാത്ത ലൂപ്പിൽ നമുക്ക് വേണമെങ്കിൽ ഹെയർ ബാൻഡും ഇട്ട് വയ്ക്കാം. അതിലൊന്നും പ്രശ്നമില്ല. ഇതിപ്പോൾ ഞാൻ ഡോറിൻ്റെ സൈഡിലായിട്ടാണ് വെച്ചേക്കുന്നത്. നമ്മളിപ്പോൾ ഡോർ അടയ്ക്കുമ്പോഴത്തേക്ക് അറിയില്ല കണ്ടോ, ബാക്കിലാണ്, ഡോറിൻ്റെ ബാക്കിലാണ് ഞാനിതിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ് ബാൻഡിൻ്റെ ഓർഗനൈസർ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വാവകളുള്ള അമ്മമാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വാവയുടെ ബോയ്സും ഹെയർ ബാൻഡ്സും ടിക് ടാക്സും ഒക്കെ ഇതുപോലെ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് എനിക്ക് ഫോട്ടോ നമ്മുടെ ഇമെയിൽ ഐ ഡിയിൽ സെൻഡ് ചെയ്ത് തരിക. ഇമെയിൽ ഐ ഡി prettyprincess2020@gmail.com എന്നാണ്. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാൻ. അതുവരെ ബൈ.